കരുവന്നൂർ കേസിൽ പാർട്ടിക്ക് പിന്നാലെ നേതാക്കളെയും പ്രതി ചേർക്കാനുള്ള ഇഡിയുടെ നീക്കം തോന്നിവാസമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎമ്മിന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് തെളിഞ്ഞതായി ആദ്യ പരാതിക്കാരൻ എം വി സുരേഷ്. തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഉപയോഗിച്ച സിപിഎമ്മിന്റെ പാർട്ടി അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് അനിലക്കര. വ്യാപാരികൾക്ക് ആശ്വാസം. സംസ്ഥാനത്ത് വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാനുള്ള സമയപരിധി 3 മാസം കൂടി നീട്ടി നൽകി സർക്കാർ. ദേശീയപാത പട്ടിക്കാട് 1600 ലിറ്റർ സ്പിരിറ്റുമായി 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശികൾ. പ്രതികളിൽ നിന്ന് 1,10,000 രൂപ കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് ചൊവ്വാഴ്ച തുറന്നു നൽകുമെന്ന് മന്ത്രി. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിനെ പ്രതി ചേർത്ത ഇഡി നടപടിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത്. ഇഡിയുടെ നടപടി തോന്നിവാസമാണ്. കേന്ദ്ര സർക്കാർ ശൈലി മാറ്റുന്നില്ല എന്നതിന് തെളിവാണിത്. ലോക്കൽ കമ്മിറ്റിയോ ബ്രാഞ്ച് കമ്മിറ്റിയോ സ്ഥലം വാങ്ങിയാൽ അത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക. ഇത് പുതിയ സംഭവമല്ല. അതിന്റെ പേരിൽ പ്രതി ചേർക്കാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഇഡി ഇതുവരെ പാർട്ടിയെ ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന്റേതുൾപ്പെടെ 29 കോടിയുടെ സ്വത്തുക്കളാണ് ഇഡി കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത്. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പേരിലുള്ള പൊറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിനായുള്ള സ്ഥലവും കണ്ടുകെട്ടിയതിൽപ്പെടുന്നു. കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് ബാങ്കിലെ മുൻ ജീവനക്കാരനും തട്ടിപ്പിലെ ആദ്യ പരാതിക്കാരനുമായ പൊറത്തുശ്ശേരി സ്വദേശി എം വി സുരേഷ്. തെരഞ്ഞെടുപ്പ് വേളയിൽ ബാങ്ക് തട്ടിപ്പിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ സിപിഎമ്മിന്റെ വാദങ്ങളാണ് ഇഡി നടപടിയോടെ പൊളിഞ്ഞതെന്നും സുരേഷ് പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സംബന്ധിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അടുത്ത മാസം ഹർജി പരിഗണിക്കുമെന്നും സുരേഷ് പറഞ്ഞു. സിപിഎം നേതാക്കളുടെ സ്വകാര്യ സ്വത്ത് സമ്പാദനത്തിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കുമാണ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ചിരിക്കുന്നതെന്നും സുരേഷ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, അതും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന ഇഡി നടപടി. അപ്പോൾ CPM-ന്റെയും കോൺഗ്രസിൻ്റെ എല്ലാവിധ വാദങ്ങളും ഖണ്ഡിക്കുന്നൊരു ഒരു നടപടിയാണ് ഇപ്പോൾ വെളിവത്തായിരിക്കുന്നത്. ഇനിയും തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് BJPയും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ നിക്ഷേപകരും ഒപ്പം ചേർന്നുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഞങ്ങൾ പൊതുസമൂഹത്തെ ഇവരെയൊക്കെ അറിയിക്കാനുള്ളത്. അപ്പോൾ CPM ആണെന്നുള്ളപ്പോൾ ചിത്രത്തിൽ വ്യക്തമായല്ലോ. ഇതുവരെ അവർ പറഞ്ഞത് അവിടെ കേവലം ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ കള്ളം, അവരെ നിരന്തരമായ പൊള്ളവാദം പൊളിച്ചിരിക്കുകയാണ് ഇഡി നടപടിയിലൂടെ. തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഉപയോഗിച്ച സിപിഎമ്മിന്റെ പാർട്ടി അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് അനിലക്കര തൃശൂരിൽ ആവശ്യപ്പെട്ടു. 2016 ശേഷം ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സിപിഎമ്മിന്റെ കള്ളപ്പണമാണ് ഉപയോഗിച്ചതെന്ന് അനിലക്കര ആരോപിച്ചു. കരുവന്നൂർ, കുട്ടനെല്ലൂർ, അയ്യന്തോൾ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് അനധികൃതമായി വായ്പ നൽകിയതിന് ലഭിച്ച കമ്മീഷൻ തുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ ചിലവഴിച്ചത്. ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് ഇപ്പോഴത്തെ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്താണ്. അതുകൊണ്ട് M വർഗീസിനെ മാത്രമല്ല കെ രാധാകൃഷ്ണനെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും അനിലക്കര ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്നും 2 കോടി രൂപ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം നടത്തിയിരുത്തിയ കേസിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് ഞാൻ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കുകയുണ്ടായി. ക്രൈംബ്രാഞ്ചിന് വേണ്ടിയല്ല മൊഴി കൊടുത്തത്, ക്രൈംബ്രാഞ്ച് ആ മൊഴിയെടുത്ത് റിപ്പോർട്ടാക്കി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ വേണ്ടിയ മൊഴിയാണ് കൊടുത്തത്. അപ്പോൾ ആ മൊഴിക്കകത്ത് വളരെ കൃത്യമായും 2016 ശേഷം 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് 8 കോടിയോളം രൂപ, അവസാനത്തെ 2 കോടി അടക്കം 8 കോടിയോളം രൂപ എടുത്തുപോയത് CPM-ന്റെ വിവിധങ്ങളായ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഖ്യ ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ആലത്തൂർ MP-യും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ രാധാകൃഷ്ണൻ്റെ കാലത്താണ്. അപ്പോൾ അത് കൃത്യമായും ഈ കേസിനകത്ത് പ്രതിസ്ഥാനത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിയാകേണ്ടത് കെ രാധാകൃഷ്ണനാണ്. അപ്പോൾ കെ രാധാകൃഷ്ണനെ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടത്തിയ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ CPM-ന്റെ കള്ളപ്പണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്ത് വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാനുള്ള സമയപരിധി 3 മാസം കൂടി നീട്ടി നൽകി സർക്കാർ. നിലവിൽ ഈ മാസം 30 വരെയാണ് വ്യാപാര വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാനുള്ള അവസരം. എന്നാൽ തൃശൂർ കോർപ്പറേഷനിലടക്കം കെട്ടിട നികുതി അടയ്ക്കാൻ കഴിയാത്തത് മൂലം സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സോഫ്റ്റ്വെയർ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിശ്ചിത സമയത്ത് നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ പിഴപ്പലിശ അടക്കം നൽകേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. ഇതിനെതിരെ ഉപഭോക്താക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലൈസൻസ് കാലാവധി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യാപാര വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പിഴ കൂടാതെ പുതുക്കുന്നതിനുള്ള കാലാവധി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. വ്യാപാര ലൈസൻസ് പുതുക്കി നൽകുന്നതിന് കെട്ടിട നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന നിബന്ധന പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നിരുന്നാൽ പോലും നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ ലൈസൻസ് പുതുക്കി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. ദേശീയപാത പട്ടിക്കാട് പിക്കപ്പ് വാഹനത്തിൽ കടത്തിയ 1600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. പട്ടിക്കാട് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്നാണ് 2 വാഹനങ്ങളിലായി സ്പിരിറ്റ് പിടികൂടിയത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. പ്രതികളിൽ നിന്ന് 1,10,000 രൂപയും കണ്ടെടുത്തു. പറവൂർ സ്വദേശി പ്രദീപ്, രാജേഷ്, യേശുദാസൻ, ബിജു എന്നിവരാണ് അറസ്റ്റിലായത്. തെക്കൻ ജില്ലയിൽ വ്യാജമദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് പ്രതികൾ നൽകുന്ന സൂചന. സ്ക്വാഡംഗം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ MK കൃഷ്ണപ്രസാദ്, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ TR സുനിൽ, MS സുധീർ കുമാർ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്ക്വാഡംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്പിരിറ്റ് പിടികൂടിയത്. വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്ന മദ്യവുമായി യുവാവിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാളക്കല്ല് പുളിഞ്ചോട് പുത്തൻവീട്ടിൽ ശ്യാമാണ് അറസ്റ്റിലായത്. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് ശ്യാമിനെ മദ്യവുമായി പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്നും 3.5 ലിറ്റർ മദ്യം പോലീസ് കണ്ടെടുത്തു. ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങുന്ന മദ്യം ആവശ്യക്കാർക്ക് ചില്ലറയായി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു. SHO KN മനോജ്, SI അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ R ബിന്ദു നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിലാണ് KSTP അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. പുതുതായി രൂപപ്പെട്ട കുഴികളും തകരാറുകളും ജൂലൈ 5-നകം പരിഹരിച്ച് നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇതിനു മുന്നോടിയായുള്ള യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ജോലികൾ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. അറ്റകുറ്റപ്പണിക്ക് ശേഷം ഗതാഗത ക്രമീകരണങ്ങൾ നടത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനുള്ള ഡൈവേർഷൻ പ്ലാൻ ബസ് ഉടമകൾ, വ്യാപാര വ്യവസായി പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് പരിശോധനയ്ക്ക് ശേഷം ചൊവ്വാഴ്ച തുറന്നു നൽകാനും യോഗത്തിൽ തീരുമാനമായി. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ MD MT മുരളി, തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ PM കുര്യൻ, KSTP ഉദ്യോഗസ്ഥർ, ബസ്സുടമ സംഘടനകളുടെ പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. സമ്പാളൂർ സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 39 വയസ്സുള്ള ഡെൽബിൻ ബാബുവാണ് മരിച്ചത്. ഡെൽബിൻ ബാബുവിന്റെ സഹോദരന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പുതുശ്ശേരി വീട്ടിൽ അഭയ് വർഗീസിന് പരിക്കേറ്റു. ചേർപ്പ് മുത്തുള്ളിയാലിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിച്ച് അപകടം. വാഹനത്തിലുണ്ടായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ 3 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃപ്രയാറിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് എതിർവശത്തെ മരത്തിലിടിച്ചായിരുന്നു അപകടം. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാവല്ലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തി നശിച്ചു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപമായിരുന്നു സംഭവം. കേബിൾ ഓപ്പറേറ്ററായ വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാനാണ് കത്തി നശിച്ചത്.
വാനിന്റെ പുറകിൽ നിന്ന് പുകയുരുന്നത് കണ്ട് ലിൻസൺ വാഹനം നിർത്തി പുറത്തേക്കിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തീപിടുത്തത്തിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മാള പൊയ്യയിലെ പൊതുശ്മശാനത്തിന് തടസ്സമായിരുന്ന ചട്ടങ്ങളിലെ കുരുക്കഴിഞ്ഞു. പൊതുശ്മശാനത്തിനായി സ്ഥലം നികത്തുന്നതിന് അംഗീകാരം നൽകണമെന്ന സംസ്ഥാനതല സമിതി യോഗത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകി ഉത്തരവിട്ടത്. പൊയ്യ പഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി വാങ്ങിയ സ്ഥലത്തിലെ ചുറ്റുമതിൽ കെട്ടിയ 20 സെന്റ് പുരയിടമായി കിടന്നിരുന്നതാണെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിലും സംസ്ഥാന തലത്തിലുള്ള സമിതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നില്ല. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് സ്ഥലം പരിവർത്തനം ചെയ്യുന്നതിന് ഉത്തരവിറങ്ങിയതോടെ വർഷങ്ങളായുള്ള നിയമ തടസ്സങ്ങളാണ് നീങ്ങിയത്. സ്ഥലം 2008 മുൻപ് നികത്തിയതാണെങ്കിലും രേഖകൾ പഞ്ചായത്തിൽ ലഭ്യമായിരുന്നില്ല. അതേസമയം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം ചുറ്റുമതിൽ കെട്ടിയിരുന്നു. പിന്നീട് സാറ്റലൈറ്റ് സർവേ നടത്തി പരിവർത്തനം സ്ഥിരീകരിച്ചിരുന്നു. ഇതനുസരിച്ച് വില്ലേജ് ഓഫീസർ സ്കെച്ച് തയ്യാറാക്കി കൃഷി ഓഫീസർ റിപ്പോർട്ടും നൽകിയിരുന്നു. ഈ സ്ഥലത്തിലേക്ക് 3 മീറ്റർ വീതിയിൽ വഴിയും നിലവിലുണ്ട്. പുളിപ്പറമ്പിൽ 1982 98.86 സെന്റ് സ്ഥലം ശ്മശാനത്തിനായി വാങ്ങിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. ഈ സ്ഥലത്തിൽ 20 സെന്റ് ഭാഗം 2008 മുൻപ് നികത്തിയതാണ്. തരം മാറ്റുന്നതിൽ അപാകതയില്ലെന്ന് 2019 വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയെങ്കിലും കൃഷിവകുപ്പിന്റെ സംസ്ഥാനതല സമിതി അംഗീകരിച്ചിരുന്നില്ല. പഞ്ചായത്തിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനം വന്നാൽ പൊയ്യ പഞ്ചായത്തിന് പുറമെ കുഴൂർ, മാള പഞ്ചായത്തുകളിലുള്ളവർക്കും ഏറെ പ്രയോജനമാകും. TCV ന്യൂസ്, മാള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ നിയന്ത്രണ വിധേയമായതിനാൽ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP ദർശന നിയന്ത്രണം ഒഴിവാക്കാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പൊതു അവധി ദിവസങ്ങളിലെ ദർശന നിയന്ത്രണം തുടരും. പൊതു അവധി ദിനങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെ ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം 3:30 തുറക്കും. ഈ ദിവസങ്ങളിൽ പതിവ് ദർശന നിയന്ത്രണം ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ തടഞ്ഞ കേസിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 3 പേരെ കോടതി ശിക്ഷിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, കൊടുങ്ങല്ലൂരിലെ ഗിഫ്റ്റ് ഹൌസ് ഉടമ സലീൽ, മാനേജർ അനൂപ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. വിനോദ് കുമാറിന് 6 മാസം തടവും സലീൽ, അനൂപ് എന്നിവർക്ക് 3 മാസം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. 3 പേർക്കും കോടതി ജാമ്യവും അപ്പീൽ സമർപ്പിക്കാൻ 1 മാസത്തെ കാലാവധിയും അനുവദിച്ചു. 2016 ഒക്ടോബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലുള്ള ഗിഫ്റ്റ് ഹൌസ് എന്ന സ്ഥാപനത്തിൽ മുൻകൂർ നോട്ടീസില്ലാതെ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് വ്യാപാരികൾ തടഞ്ഞത്. സർക്കാരിനു വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിംസ് കാരണത്ത് കോടതിയിൽ ഹാജരായി. ഇ-പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെട്ടു. ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 5 വരെ നീട്ടിയിട്ടുണ്ട്. ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലഞ്ഞു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞെത്തിയ രോഗികളാണ് വരി നിന്ന് വലഞ്ഞത്. ഒരു ഡോക്ടർ മാത്രമാണ് ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം കാത്തുനിന്നാണ് ഡോക്ടറെ കണ്ടത്. ഇതിനിടെ രോഗികൾ പലരും മടങ്ങിപ്പോയതായും പറയുന്നു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ 1ാം ഷിഫ്റ്റിൽ 2 ഡോക്ടർമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഉച്ചതിരിഞ്ഞ് രാത്രി 8 വരെയുള്ള 2ാം ഷിഫ്റ്റിൽ ഒരു ഡോക്ടറുടെ സേവനമാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ചത്തെ രാത്രി ഷിഫ്റ്റിലും ഒരു ഡോക്ടറെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് അത്യാഹിത വിഭാഗവും നോക്കേണ്ട അവസ്ഥയാണ്. മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ പല ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് രോഗികളാണ് താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. കിലോമീറ്ററുകൾ താണ്ടിയെത്തുന്ന രോഗികൾ ഡോക്ടർമാരുടെ കുറവുമൂലം സ്വകാര്യ ആശുപത്രികളിലേക്ക് പോവുകയാണ് പതിവ്. പനിയും മറ്റ് അസുഖങ്ങളുമായെത്തുന്ന സാധാരണക്കാരായ രോഗികളെ വലയ്ക്കാതെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. വൈദ്യുതി മേഖലയിലെ ആധുനികവൽക്കരണം വിവിധ സേവനങ്ങളെ വാതിൽപ്പടിയിലെത്തിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ആവശ്യമുള്ള പ്രദേശങ്ങളിൽ ലൈൻ വലിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നുൾപ്പെടെ ഫണ്ട് ലഭ്യമാക്കും.
2030 സംസ്ഥാനത്തെ 50% വൈദ്യുതിയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് കണ്ടെത്താനുള്ള നീക്കത്തിലാണ്. വൈദ്യുതി ലഭ്യമാക്കാത്ത ആദിവാസി ഉൾപ്രദേശങ്ങളിൽ വെളിച്ചം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും 2040 കേരളത്തെ പുനരുപയോഗ ഊർജ്ജാധിഷ്ഠിത സംസ്ഥാനമായി മാറ്റുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC അശ്വതി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ PK സുധർമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ തൃശൂർ തിരുവനന്തപുരത്തെയും ആലപ്പുഴ പത്തനംതിട്ടയെയും പരാജയപ്പെടുത്തി. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നായിരുന്നു മത്സരാർത്ഥികൾ മാറ്റുരച്ചത്. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 4 ഗ്രൂപ്പുകളിലായാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം CV പാപ്പച്ചൻ, KFA സെക്രട്ടറി P അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂലൈ 6 വൈകിട്ട് ഫൈനൽ മത്സരം നടക്കും. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം നീളുന്നു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിന് സമീപമുണ്ടായിരുന്ന മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങളായെങ്കിലും ആവശ്യമായ ഫണ്ട് അനുവദിച്ചു കിട്ടാത്തതിനാൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. വെള്ളിക്കുളങ്ങര ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ സാംസ്കാരിക നിലയം കെട്ടിടത്തിലാണ് ഇപ്പോൾ മൃഗാശുപത്രി താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുനർനിർമ്മാണത്തിന് ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം വരുമെന്നാണ് സൂചന. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വളർത്തുമൃഗങ്ങളുള്ള പഞ്ചായത്തുകളിലൊന്നായ മറ്റത്തൂരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൃഗാശുപത്രി കെട്ടിടം അനിവാര്യമാണ്. പഴയ കെട്ടിടത്തിന് മുൻഭാഗത്തെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴാൻ തുടങ്ങിയതോടെയാണ് കെട്ടിടം സുരക്ഷിതമല്ലാതായത്. TCV കൊടകര. ചലച്ചിത്ര നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൌണ്ടന്റായ ശ്രീജുവാണ് വരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു താലികെട്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത്. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ FM-ൽ RJ-യാണ് മീര നന്ദൻ. റെസിഡൻസ് അപെക്സ് കൌൺസിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം പറക്കാടൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, ജോബ് അഞ്ചേരിൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന ഉറപ്പ് തീർച്ചയായിട്ടും എനിക്ക് നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നിരവധി പ്രശ്നങ്ങൾ അന്നത്തെ യോഗം പ്രശ്നങ്ങളായി നിൽക്കുകയാണ്. ആധുനിക സമൂഹം ഇവിടെ തന്നെ റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ, നിലവിലുള്ള റെസിഡന്റ് അസോസിയേഷനുകളുടെ സ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമത്തിനകത്തു നമ്മുടെ സമൂഹത്തിന്റെ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ. ചാലക്കുടി ആശുപത്രി റോഡിലെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ടാബ് മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. പാലക്കാട് പറളി എടത്തറ വീട്ടിൽ രമേശിനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ്യിലായിരുന്നു മോഷണം നടന്നത്. വാതിൽ പൊളിച്ചാണ് ടാബ് മോഷ്ടിച്ചത്. പാലക്കാട് പോലീസ് മറ്റൊരു മോഷണ കേസിൽ രമേശിനെ പിടികൂടിയപ്പോഴാണ് ചാലക്കുടിയിലെ മോഷണത്തെക്കുറിച്ച് സൂചന ലഭിച്ചത്. അത്താണിയിൽ പൂമല റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. പൊടിപ്പാറ കോളനി മുതൽ വെടിപ്പാറ വരെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി ഇരുചക്രവാഹന യാത്രികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അത്താണിയിൽ നിന്നും തിരിഞ്ഞ് വിനോദസഞ്ചാര കേന്ദ്രമായ ചെപ്പാറ, പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണ്. ഇങ്ങോട്ടുള്ള യാത്ര ചില ഭാഗങ്ങളിൽ ബോട്ട് യാത്രയ്ക്ക് സമാനമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ജനസഞ്ചാരമുള്ള റോഡിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിഞ്ഞു വീണുള്ള അപകടങ്ങൾ നിരവധിയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിലേക്ക് പോലും ഈ റോഡിലൂടെ കൊണ്ടുപോകാനാവാത്ത അവസ്ഥയാണ്. തെക്കുംകര പഞ്ചായത്തിലെ റോഡാണെങ്കിലും റോഡിന്റെ പൂർണ്ണ അധികാരം ജില്ലാ പഞ്ചായത്തിനാണ്. റോഡ് അറ്റകുറ്റപ്പണികൾക്ക് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുക ഇനിയും ലഭിക്കാത്തതിനാൽ പണി ആരംഭിക്കാനായിട്ടില്ല. ഈ സാഹസിക യാത്ര എന്ന് അവസാനിക്കുമെന്ന ആശങ്കയിലാണ് യാത്രികർ. TCV വടക്കാഞ്ചേരി.
ലയൺസ് ക്ലബ്ബ് തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന മനഹങ്ങർ പദ്ധതിയുടെ സമാപന ചടങ്ങ് ലയൺസ് ക്ലബ്ബ് തൃശൂർ നോർത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ, ജഗദീഷ്, സുനിത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ തടവുകാരനെ സംഘം ചേർന്ന് വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം സ്വദേശി മാഹിന്റെ ജാമ്യാപേക്ഷയാണ് തൃശൂർ സെഷൻസ് ജഡ്ജ് PP സെയ്ദ് അലവി തള്ളിയത്. 2023 നവംബറിലായിരുന്നു ആക്രമണം. സിയാദ് എന്ന തടവുകാരനെ മാഹിനും 8 സഹ തടവുകാരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. അന്യമായിക്കൊണ്ടിരിക്കുന്ന തഴപ്പായിയെ ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് എടത്തിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപ്പറമ്പിൽ അശോകൻ. മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും തഴപ്പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ് ഈ 64-കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 35 വർഷം മുമ്പാണ് തഴപ്പായ വിൽപ്പനയിലേക്കുള്ള അശോകന്റെ കാൽവെപ്പ്. തീരദേശ മേഖലയിൽ കൈതയോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. തഴപ്പായയുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത്. അഴീക്കോട് മുതൽ ചേറ്റൂർ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് കൈതയോല പായകൾ ശേഖരിച്ചിരുന്നത്. ആഴ്ചയിൽ 200 മുതൽ 300 വരെ പായകളാണ് വീടുകളിൽ നിന്നും ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി. കൈതയോല കൃഷി നശിച്ചതും പായ വ്യവസായ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ 40 മുതൽ 50 വരെയായി ചുരുങ്ങിയതായി അശോകൻ പറയുന്നു. 250 മുതൽ 280 രൂപ വരെയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില. തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും അശോകൻ പറയുന്നു. പ്ലാസ്റ്റിക്കിന്റെ പുല്ലാകുന്നതോടുകൂടി അതിന്റെ ചെലവ് വളരെ കുറവാണ്. മരിച്ചാൽ മാത്രമേ അതിനൊക്കെ പോകണുള്ളൂ. ഇതിനൊരു വില അങ്ങനെ കൂടുതൽ അങ്ങനെ കയറുന്നില്ല. 250, 300 താഴെയായിട്ട് ഇങ്ങനെ നിൽക്കണം. കാര്യമായിട്ട് ഒന്നുമില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ പോകണ്ടെന്ന് മാത്രം. 64 വയസ്സായി. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലൊരു പരിപാടി ചെയ്യാനുള്ള ഇടപാട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല, ചെയ്തിട്ട് കാര്യമില്ല. TCV കയ്പമംഗലം. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 16ാമത് സംസ്ഥാന ദ്വൈവാർഷിക സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. ശ്രീശങ്കര ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് NC പിള്ള അധ്യക്ഷത വഹിച്ചു. സർവീസ് പെൻഷനും സർക്കാർ നയവും എന്ന സെമിനാറിൽ K രാഘവേന്ദ്ര വിഷയാവതരണം നടത്തി. VAN നമ്പൂതിരി രചിച്ച 1974 ഐതിഹാസിക റെയിൽവേ സമരം, ഇളങ്കോവൻ തയ്യാറാക്കിയ പെൻഷന് നേരെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കടന്നാക്രമണങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ V ശ്രീകുമാർ, PH വിനീത, നന്ദകുമാർ, AP ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഞായറാഴ്ച നടക്കും. അന്തിക്കാട് കല്ലിടവഴി റോഡരികിൽ കാഴ്ചമറച്ച് വളർന്ന പൊന്തക്കാടുകളും റോഡിലെ വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. വളർന്നു നിൽക്കുന്ന പൊന്തക്കാടുകൾ കാഴ്ച പൂർണ്ണമായും മറയ്ക്കുന്ന നിലയിലാണ്. റോഡിന്റെ അരികിൽ വെള്ളക്കെട്ടും കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം ഇരുചക്ര വാഹന യാത്രക്കാർ വെള്ളക്കെട്ടും കുഴികളും ഒഴിവാക്കി റോഡിന്റെ വലതുവശം ചേർന്നു പോകാൻ നിർബന്ധിതരാകുന്നു. എതിർദിശയിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ പതിവാകുകയുമാണ്. പൊന്തക്കാടുകൾ നീക്കം ചെയ്ത് റോഡിലെ കുഴികൾ അടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു സൈഡിലെ കുഴികളും മറുസൈഡത്ത് പൊന്തകളും ഉള്ളത് കൊണ്ട് ആൾക്കാർ ഒരു സൈഡിൽ കൂടെ വണ്ടികളും പോകുന്നു, മറുസൈഡത്ത് നടക്കാൻ പറ്റാത്തതുമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. TCV ന്യൂസ്, അന്തിക്കാട്. നാലോണ നാളിൽ തൃശൂരിൽ നടക്കുന്ന പുലിക്കളി മഹോത്സവത്തിൽ ഇത്തവണ ചക്കാമുക്ക് ദേശവും പങ്കാളിയാകും. 13 വർഷത്തിന് ശേഷമാണ് ചക്കാമുക്ക് ദേശം പുലിക്കളിയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ നിജി, ചക്കാമുക്ക് പുലിക്കളി ദേശം സെക്രട്ടറി ജിതിൻ, പ്രസിഡന്റ് ജയപ്രകാശ്, കൺവീനർ സുരേഷ് ശാസ്ത്ര, ട്രഷറർ മണി സ്വാമി എന്നിവർ പങ്കെടുത്തു. ആഘോഷങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും വർണ്ണത്തിനും മലയാളത്തിന്റെ സ്നേഹ കൈവിടാനുള്ള വിധത്തിൽ ഞങ്ങൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഈ ദേശം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തൃശൂർ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്തി.
തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഴയ നടക്കാവിലുള്ള BJP ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന സെക്രട്ടറി റാണി ആന്റോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സിന്ധു ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷാജു, ബിന്നി പൊന്തേക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന പാൻ മസാല വിൽപ്പന കേന്ദ്രങ്ങൾ പൂട്ടിച്ചു. 3 പീടിക, അറവുശാല, വഴിയമ്പലം എന്നിവിടങ്ങളിലായി നിരവധി കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അറവുശാലയിൽ ഇതര സംസ്ഥാനക്കാർ നടത്തിയിരുന്ന ഹോട്ടലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം പോലീസും പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്നാണ് ഇവരുടെ മറ്റ് കടകളും പൂട്ടിച്ചത്. SI N പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, സെക്രട്ടറി രതീഷ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പാൻ മസാല ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. അതിരപ്പള്ളി ഷോളയാറിൽ കാട്ടാന വീണ്ടും വാഹനങ്ങൾ തടഞ്ഞിട്ടു. അമ്പലപ്പാറ കുമ്മാട്ടി എന്ന സ്ഥലത്താണ് കാട്ടാന കബാലി റോഡിൽ മാർഗ തടസ്സമുണ്ടാക്കിയത്. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന KSRTC ബസ് ഡ്രൈവർ 100 മീറ്റർ അകലെ ആനയെ കണ്ടതോടെ ബസ് നിർത്തിയിടുകയായിരുന്നു. തുടർന്നെത്തിയ സ്വകാര്യ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങുകയായിരുന്നു. അരമണിക്കൂറോളം വാഹനങ്ങൾ റോഡിൽ കിടന്നു. ആന കാട്ടിലേക്ക് നീങ്ങിയപ്പോഴാണ് വാഹനങ്ങൾ യാത്ര തുടർന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി ആന ഷോളയാറിൽ തമ്പടിച്ചിരിക്കുകയാണ്. കയ്പമംഗലം കൊപ്രക്കളത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് കാർ തകർന്നു. ബുസ്താൻ മസ്ജിദ് അങ്കണത്തിൽ നിർത്തിയിട്ടിരുന്ന 2 കാറുകൾക്ക് മുകളിലാണ് കനത്ത കാറ്റിൽ തെങ്ങ് കടപുഴകി വീണത്. കിഴുപ്പുള്ളിക്കര സ്വദേശി ഷിയാസ്, മതിലകം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരുടെ കാറുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഷിയാസിന്റെ കാറിന്റെ മുൻവശത്തെ ചില്ലും മേൽഭാഗവും തകർന്നു. സംഭവ സമയത്ത് കാറിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3653 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരിവന്നൂർ കേസിൽ പാർട്ടിക്ക് പിന്നാലെ നേതാക്കളെയും പ്രതി ചേർക്കാനുള്ള EDയുടെ നീക്കം തോന്നിവാസമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMന്റെ വാദങ്ങൾ പൊള്ളയാണെന്ന് തെളിഞ്ഞതായി ആദ്യ പരാതിക്കാരൻ MV സുരേഷ്. തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഉപയോഗിച്ച CPMന്റെ പാർട്ടി അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് അനിൽ അക്കര. വ്യാപാരികൾക്ക് ആശ്വാസം. സംസ്ഥാനത്ത് വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കാനുള്ള സമയപരിധി 3 മാസം കൂടി നീട്ടി നൽകി സർക്കാർ. ദേശീയപാത പട്ടിക്കാട് 1600 ലിറ്റർ സ്പിരിറ്റുമായി 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് പറവൂർ സ്വദേശികൾ. പ്രതികളിൽ നിന്ന് 1,10,000 രൂപ കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ അറ്റകുറ്റപ്പണികൾ ജൂലൈ 5-നകം പൂർത്തിയാക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. പണി പൂർത്തിയാക്കിയ പാലക്കൽ അമ്മാടം റോഡ് ചൊവ്വാഴ്ച തുറന്നു നൽകുമെന്ന് മന്ത്രി. മാള വടമയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.